ഹായ് തെസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, അല്ലെങ്കിൽ ബ്രഞ്ചായിട്ട്, ഈവനിങ് സ്നാക്കായിട്ട്, അല്ലെങ്കിൽ ദൂരെയൊക്കെ പോകുമ്പോൾ ഫുഡായിട്ട് കയ്യിലെടുക്കണമെങ്കിൽ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ബ്രെഡ് വരുന്നുണ്ട്, എഗ്ഗ് വരുന്നുണ്ട്, ചീസ് വരുന്നുണ്ട്, എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ എടുക്കുമ്പോഴേക്കും ആ ചീസ് നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണത്. എൻ്റെ ക്ലാസ്സസ് എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസും പങ്കെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് നെതർലാൻഡ്, ഡൽഹി, പൂനെ അങ്ങനെയുള്ള ഭാഗത്തു നിന്നാണ് ക്ലാസ്സസ് സ്റ്റുഡൻസ് വരുന്നത്. ബിസിനസ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കുക്കീസ്, ചോക്ലേറ്റ് സ്റ്റുഡൻസ് 2 പേര് എക്സ്പോർട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. എനിവേ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് മേക്കിങ്ങിൽ ചോക്ലേറ്റ് റെസിപ്പീസ് ചെയ്യിക്കുക മാത്രമല്ല, എങ്ങനെയാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും പാക്കിങ്ങും റാപ്പിങ്ങും അതിനെക്കുറിച്ചെല്ലാം ക്ലാസ് ഉണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ബ്രെഡിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്തിട്ട് എടുക്കാം. രണ്ട് മുട്ട പൊട്ടിച്ചു, സവാള കുറച്ച് മുറിച്ച്, ഇതിനൊരു അളവൊന്നുമില്ല കേട്ടോ, നമുക്കിഷ്ടമുള്ള പോലെ ചേർക്കാം. ഒരു മീഡിയം സവാളയുടെ പകുതിയുണ്ട്. ഇത് പല കളറിലുള്ള ക്യാപ്സിക്കം ചെറുതാക്കി മുറിച്ചത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില, കുറച്ച് തക്കാളി ചോപ്പ് ചെയ്തത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ആവശ്യമുള്ളത് മാത്രം ചേർത്താൽ മതി. ഉപ്പ്, പച്ചമുളക് ചെറുതാക്കി മുറിച്ചിടാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഏതാണ് ഇഷ്ടം അത് വെച്ചാൽ അത് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാകുമ്പോൾ ചിലപ്പോൾ പച്ചമുളക് ഇഷ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാം. ഒരു പീസ് ബട്ടർ ഇടുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഒറിഗാനോ ഇടാം. ഒറിഗാനോ നിർബന്ധമല്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ടേസ്റ്റ് ഇഷ്ടമാണ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്താം. കുറച്ച് ചീസ് ഇടാം.
ചീസ് നമുക്ക് ഇഷ്ടമുള്ള ചീസ് ഉപയോഗിക്കാം കേട്ടോ. മൊസറല്ല വേണം നിർബന്ധമില്ല, ചെഡാർ വേണം നിർബന്ധമില്ല. ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പിന്നെ മുട്ട ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ മുട്ടേൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു പീസ് ചിക്കൻ, വേവിച്ച ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് അത് ചേർക്കാം. ഇതായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിലാണ് ചെയ്യണത്. കുറച്ച് തീ കൂട്ടി കൊടുത്തു. വേണം കുറച്ച് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ കുക്ക് ചെയ്യണേ, കാരണം ഉള്ളിലുള്ള എഗ്ഗ് ഒന്ന് കുക്കാവണമല്ലോ. ചീസ് മെൽട്ടായിട്ട് നിൽക്കുന്നുണ്ടോ? എഗ്ഗ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചീസ് ഇവിടെ മെൽട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ കണ്ടല്ലോ, നല്ല ഈസി ആയിട്ട് ചെയ്യും, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്യുക എന്തായാലും.